സുധാകരൻ്റെ പരസ്യ പ്രതികരണമൊന്നും വേണ്ട എന്ന് KPCC ഇപ്പോൾ പറയുന്നില്ല. മുമ്പ് പല നേതാക്കളെയും ഇങ്ങനെ വിലക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിലക്കാത്തതിന് കാരണം ഇത് വിലക്കുകയോ ഇതിലെന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും, ചർച്ച ചെയ്യപ്പെടും. അത് ഒഴിവാക്കാനുള്ള വലിയൊരു മൂവാണ് KPCC നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സുധാകരൻ എന്തും പറഞ്ഞോട്ടെ, അത് ആ വഴിക്ക് പോട്ടെ, അത് ശ്രദ്ധിക്കേണ്ട എന്നുള്ളൊരു നിലപാട്. KPCC മാത്രമല്ല AICC അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തി. കാരണം സുധാകരൻ ഇപ്പോൾ അതൃപ്തനാണ്. കാരണം സ്ഥാനം പോയി, അതുമാത്രമല്ല അപ്രസക്തനായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പലതും വിളിച്ചു പറയും. സുധാകരൻ അറിയാലോ, സുധാകരൻ എപ്പോഴും കലഹിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. അദ്ദേഹം പാർട്ടി ഗ്രാമങ്ങളിൽ CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഒരു വലിയ നേതാവാണ്, കരുത്തുറ്റ നേതാവാണ്. അദ്ദേഹം എപ്പോഴും തുറന്നു പറയുക തന്നെ ചെയ്യും, ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പ്രതികരിക്കും. അപ്പോൾ ഇത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ സുധാകരൻ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളോട് മൗനം പാലിക്കാൻ AICCയും KPCCയും മറുപടി പരസ്യമായി പറഞ്ഞ് സ്ഥിതി വഷളാക്കേണ്ടത്, പ്രിയൻ പറഞ്ഞതുപോലെ സ്ഥിതി വഷളാക്കേണ്ട. കാരണം ഇതിൽ ഇടപെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാവരും അറിയും, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ സുധാകരൻ്റെ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നതിനുള്ള സ്വാഭാവിക പ്രതികരണമായി അതിനെ കണ്ടാൽ മതി എന്നാണ് നിലപാട്. അതേസമയം അധ്യക്ഷ പദവിയിലെ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ലെന്ന വാദം AICC നേതാക്കൾ തള്ളി. അതായത് സുധാകരനെ മാറ്റുന്നതടക്കം ചർച്ച ചെയ്തു എന്നാണ് AICC പറയുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് സുധാകരൻ പറയുന്നത്. തനിക്കെതിരെ തെറ്റായ റിപ്പോർട്ട് നൽകിയെന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സുധാകരൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. ഈ വാദങ്ങളെല്ലാം തള്ളുകയാണ് AICC നേതാക്കൾ. ഈ വാദങ്ങളെല്ലാം ശക്തമായ ഭാഷയിൽ തന്നെ തള്ളുകയാണ്. അതുമാത്രമല്ല, ഈ അധ്യക്ഷ പദവിയിലെ മാറ്റത്തെക്കുറിച്ച് 2 തവണ സുധാകരനുമായി സംസാരിച്ചു എന്നാണ് പറയുന്നത്. 2 തവണ, ഒരു തവണ മാത്രമല്ല 2 തവണ സംസാരിച്ചു എന്നാണ് പറയുന്നത്. സുധാകരൻ സജീവമല്ലെന്നും അനാരോഗ്യമുണ്ടെന്നും ദീപയെ അറിയിച്ചത് സംസ്ഥാന നേതാക്കളാണ്. ദീപാദാസ് മുൻഷിയെ പോയി അറിയിച്ചു കൊടുത്തത്, സുധാകരന് രോഗമുണ്ടെന്നൊക്കെ ചെന്ന് അവിടെ പറഞ്ഞു കൊടുത്തത് ഇവിടെയുള്ള കേരള നേതാക്കളാണ്. സുധാകരൻ പറഞ്ഞത് എനിക്ക് യാതൊരു രോഗങ്ങളും ഇല്ല, യാതൊരു പ്രശ്നമില്ല, ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് മാറ്റം വേണമെന്ന ആവശ്യവും ഉയർന്നു ആണ് ദീപാദാസ് മുൻഷി റിപ്പോർട്ട് തയ്യാറാക്കിയത്. സംസ്ഥാന നേതാക്കളെ കേട്ട ശേഷമാണ് AICC നേതാക്കൾ ഈ മാറ്റം കൊണ്ടുവന്നതെന്നും അവരും വിശദീകരിക്കുന്നു. എന്നാൽ ഇതൊന്നും പരസ്യമായി പറയില്ല, മൗനം പാലിക്കാനാണ് KPCCയുടെയും തീരുമാനം. പകരം പുതിയ നേതൃത്വത്തെ സുധാകരൻ പ്രശംസിച്ചതടക്കമുള്ള അനുകൂല പ്രസ്താവനകളും എടുത്തു പറയുന്നുണ്ട്. കാരണം സുധാകരൻ ഇത്തരത്തിൽ ഈ സണ്ണി ജോസഫിനെ അടക്കം പ്രശംസിച്ചിരുന്നു. അദ്ദേഹം ഷോൾ അണിയിച്ചു, സണ്ണി ജോസഫ് മികച്ചൊരു നേതാവാണെന്നതടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അത് അവരെടുത്ത് പറയുന്നുണ്ട്. സുധാകരന് അതൃപ്തി ഉണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, ഇയാൾ കൊള്ളില്ലെന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉള്ളവർ കാണിച്ചു കൂട്ടിയ സുധാകരൻ നിന്ന് കഴിഞ്ഞാൽ അടുത്ത തവണ ഭരണം കിട്ടിയാൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇത് ആവശ്യം ഉന്നയിക്കും. സ്വാഭാവികമായിട്ടും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സുധാകരനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സുധാകരൻ പിന്നെ കുറച്ച് നേരം അതൊക്കെ പറഞ്ഞ് സുധാകരൻ്റെ വഴിക്ക് പോവും. പിന്നെ ഈ സണ്ണി ജോസഫ് അത്ര പ്രബലനായ ഒരു നേതാവൊന്നും അല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സതീശനും KC വേണുഗോപാലിനും മുഖ്യമന്ത്രിയാവാൻ തടസ്സമില്ല. അതാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ചെന്നിത്തലയും നിൽപ്പുണ്ട് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ശശി തരൂർ ഒരു വഴിക്ക് ഇത് കോൺഗ്രസിനെതിരെയൊക്കെ പറഞ്ഞ് ശശി തരൂർ നിൽപ്പുണ്ട്. അപ്പം കുഞ്ഞാലിക്കുട്ടിയും അവരെല്ലാം വേറൊരു ഉപമുഖ്യമന്ത്രി എന്ന തരത്തിൽ അവർ നിൽപ്പുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടി ആണ് ഇവരെല്ലാം നിൽക്കുന്നത്. അല്ലാതെ അവർക്ക് വോട്ട് കിട്ടണമെന്നോ ഭരണം വരണമെന്നോ ഒന്നും ഒരാഗ്രഹമില്ല. അധികാരം കിട്ടണം, നമ്മൾക്ക് മുഖ്യമന്ത്രിയാകണം, നമുക്ക് ഉപമുഖ്യമന്ത്രി ആകണം, ഇതൊക്കെയാണ് ചിന്താഗതികൾ. അപ്പോൾ അഥവാ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലേ ആഭ്യന്തരമെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞാണ് സതീശനൊക്കെ നിൽക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉടനെ ഒന്നും തീരത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഇനിയിപ്പോൾ ഇവിടെ ഇതിൻ്റെ DCC പ്രസിഡന്റുമാരെ എല്ലാം മാറ്റുകയാണ്, തൃശ്ശൂർ ഒഴികെ. തൃശ്ശൂർ ഇപ്പം അടുത്താണ് മാറ്റിയത്. അപ്പോൾ തൃശ്ശൂർ ഒഴികെയുള്ള ജില്ലാ DCC ഭാരവാഹികളെ DCC പ്രസിഡന്റുമാരെയൊക്കെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേരാണ് ഇതിനു വേണ്ടി കച്ചകെട്ടിയിരിക്കുന്നത്, അടുത്ത DCC പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ഇവരിലൊരാൾ, ഇപ്പോൾ അതിൽ തന്നെ ഗ്രൂപ്പുകൾ വരും. സുധാകരൻ്റെ ഗ്രൂപ്പുണ്ട്, സതീശൻ്റെ ഗ്രൂപ്പുണ്ട്, ചെന്നിത്തലയുടെ ഗ്രൂപ്പുണ്ട്. അപ്പം അവരുടെ നോമിനിയെ വെക്കണമെന്ന് അവരെല്ലാം ആവശ്യപ്പെടും. അപ്പോൾ അതൊരു കീറാമുട്ടിയാണ് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പം തിരുവനന്തപുരത്ത് ഒരു ചെന്നിത്തലയുടെ ഒരാളിനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സതീശൻ്റെ ഒരാളിനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ KC വേണുഗോപാൽ ഒരാളെ നിശ്ചയിക്കുന്നു. സ്വാഭാവികമായിട്ടും മറ്റവരെല്ലാം എതിർപ്പാവും.
മൊത്തം ടീം എതിർപ്പാവും. അപ്പോൾ എന്തോ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ വരുവാണ്. അപ്പം ഈ അവരുദ്ദേശിക്കുന്ന സതീശൻ ഉദ്ദേശിക്കുന്ന ആളിനെ ആക്കിയില്ലെങ്കിൽ അവരെല്ലാം കൂടെ കാലുവാരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. സ്വാഭാവികമായിട്ടും അത് BJP മുതലാക്കുകയും ചെയ്യും. BJPക്കും CPMനും അത് ഗുണകരമായി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ് നിറഞ്ഞിരിക്കുന്നത്. പിന്നെ സണ്ണി ജോസഫിൻ്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത് 4 ചെറുപ്പക്കാരെ കൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ കൃത്യമായി അവർക്ക് ഇലക്ഷൻ സ്ട്രാറ്റജി അറിയാവുന്ന ചെറുപ്പക്കാരാണ്. ഇപ്പോൾ PC വിഷ്ണുനാഥിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ PC വിഷ്ണുനാഥ് കുണ്ട്ര മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ആദ്യമായി വന്നപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. ആദ്യമായി വന്ന് ഇറങ്ങുകയാണ്. കുണ്ട്ര വേലുത്തമ്പി ദളവയുടെ അവിടെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പം അവിടെ വരുമ്പോൾ അവിടെ അദ്ദേഹം PC വിഷ്ണുനാഥ് വന്ന് ചാനലുകാരെ എല്ലാം വിളിച്ചു കഴിഞ്ഞ് അദ്ദേഹം അവിടെ വന്നപ്പോൾ അവിടെ ആരുമില്ല, ഒരു പ്രവർത്തകരും ആരുമില്ല. പിന്നെ അദ്ദേഹം അവിടെ മാറി വേറൊരു ഹോട്ടലിൽ ഇരുന്നിട്ട് എല്ലാവരെയൊക്കെ വിളിച്ചു വരുത്തി. ഒരു മണിക്കൂറിന് ശേഷം 3 മണിക്ക് പറഞ്ഞിരുന്നത് 4 മണിക്ക് ഇത് നടത്താൻ പറ്റിയുള്ളൂ. അതിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് പ്രചരണം. പിന്നെ കുറേ കതറിട്ട് കുറേ പേര് പല വണ്ടികളിൽ വന്നിറങ്ങി, അങ്ങനെയാണ് പോകുന്നത്. അതുമാത്രമല്ല മേഴ്സിക്കുട്ടിയമ്മയെ പോലെ വളരെ പ്രബലയായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർ മന്ത്രിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് CPMൻ്റെ കോട്ട MA ബേബിയൊക്കെ ഇരുന്ന മണ്ഡലം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു UDF പ്രതിനിധി ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുമാത്രമല്ല ബിന്ദു കൃഷ്ണയ്ക്ക് കുണ്ട്ര സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ബിന്ദു കൃഷ്ണ കുണ്ട്ര വേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു. അവിടെ വലിയ വിഷയങ്ങളുണ്ടാക്കി. അതിനുശേഷമാണ് ബിന്ദു കൃഷ്ണ കൊല്ലം സീറ്റ് PC വിഷ്ണുനാഥനും കുണ്ട്ര സീറ്റ് ബിന്ദു കൃഷ്ണയ്ക്കുമായിരുന്നു വെച്ചിരുന്നത്. പിന്നെ അവിടെ വന്നിട്ട് പിന്നെ PC വിഷ്ണുനാഥ് നടത്തിയ ഒരു പ്രകടനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇലക്ഷൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇലക്ഷൻ സ്ട്രാറ്റജി നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് PC വിഷ്ണുനാഥ്. അപ്പോൾ അത് അദ്ദേഹത്തെ ഇപ്പം KPCC ഭാരമാകുകയാണ്. പിന്നെ ഷാഫി പറമ്പിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഷാഫി ഉണ്ടാക്കുന്ന തരംഗം നമുക്കറിയാമല്ലോ. അതുപോലെ അനിൽകുമാർ ആണെങ്കിലും അത്തരത്തിലുള്ള. പിന്നെ അടൂർ പ്രകാശിനും ഒരു മണ്ഡലത്തിലെ പ്രവർത്തകരെയും സ്വാധീനിക്കാൻ വളരെ ശേഷിയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറുപ്പക്കാരെ സണ്ണി ജോസഫിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു രഹസ്യ സർവേ നടത്തി കോൺഗ്രസ്. അപ്പോൾ അതിനകത്ത് അതിനുശേഷം കോൺഗ്രസ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലാടിസ്ഥാനത്തിലുള്ള സംഘടനയുടെ പുനരേകീകരണം നടത്തണം. ഈ പറയുന്ന ഓരോ ബൂത്തുകളും ശ്രദ്ധിച്ചുകൊണ്ട് അവിടെയെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൃത്യമായ പ്രവർത്തനം നടത്തി വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. ഇതാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ റിപ്പോർട്ട് ആ വാർത്തകളുടെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലകളിലുള്ള പ്രശ്നങ്ങൾ, ജില്ലകളുടെ നേതൃസ്ഥാനത്ത് കോർ കമ്മിറ്റികൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുതിർന്ന നേതാക്കളെ ഉപയോഗിച്ച് പരിഹരിക്കണം. അങ്ങനെ ചില ജില്ലകളിൽ വലിയ പ്രശ്നമാണ് എന്നുള്ളത് പറയുന്നു. തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ BJPയിലേക്ക് മാറാനുള്ള, അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ BJPക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഈ സർവേയിൽ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെ മറികടക്കാനുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ജില്ലാ നേതൃത്വങ്ങൾ കോർ കമ്മിറ്റി കൂടി നടത്തുകയും സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ കോർ കമ്മിറ്റിക്ക് പരിഹരിക്കാൻ കഴിയാത്തത് മുകളിലേക്ക് നേതാക്കൾക്ക് നൽകിക്കൊണ്ട് അവരെ കൊണ്ട് പരിഹരിക്കണമെന്നും അതിൻ്റെ അകത്ത് നിർദ്ദേശം പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്നുള്ള മറ്റ് ആൾക്കാർ എല്ലാവരും ഈ പറയുന്ന AICC-ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ പറയുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നേതൃത്വത്തിലെ പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ മുന്നോട്ട് പോക്കിനെ വലിയ സങ്കീർണതയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.